ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സോളാർ പ്ലാന്റ് ഒരു വീട്ടിൽ ചെയ്തിരിക്കുന്ന ജസ്റ്റ് പരിചയപ്പെടുത്താം. ഇതൊരു 5 കിലോ വാട്ട് ചെയ്തിരിക്കുന്ന ഒരു സൈറ്റാണ്. 5 കിലോ വാട്ടിൽ മോണോപ്പർ ഹാഫ് കട്ട് പാനൽ എന്ന് പറഞ്ഞ പാനലാണ് ചെയ്തിരിക്കുന്നത്. ഈ പാനൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ പാനലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഒന്ന് പാനലിൻ്റെ ഹാഫ് സൈഡായിട്ട് വരും. ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പാനലിൽ കംപ്ലയിൻസോ ഷെയ്ഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഇതിൽ പ്രൊഡക്ഷൻസിൻ്റെ എഫിഷ്യൻസി കുറയാതിരിക്കാൻ വേണ്ടി ലേറ്റസ്റ്റ് ടെക്നോളജി, അതായത് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇത്. മോണോപെർക്ക് പാനൽസ് ആണ്. മോണോപെർക്ക് പാനൽസിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ലൈറ്റിൽ വരുന്ന ഷെയ്ഡ്, ഇപ്പോൾ ലൈറ്റ് കൂടുകയോ കുറയുകയോ ചെയ്താൽ പോലും പ്രൊഡക്ഷനിൽ വലിയൊരു ചേഞ്ച് നമുക്ക് വരത്തില്ല. പക്ഷേ നമ്മൾ സോളാർ പ്ലാന്റുകൾ വെക്കുന്ന പലരും സോളാർ പാനൽ വെക്കുക എന്നുള്ളത് പറഞ്ഞ് സെല്ല് ചെയ്യും. പക്ഷേ നിങ്ങൾ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടും. മഴക്കാലം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രൊഡക്ഷൻ വലിയ കാര്യമായിട്ട് കുറയത്തില്ല. നിങ്ങൾക്ക് വേനൽക്കാലത്ത് കിട്ടിയതിൻ്റെ ഒരു 80% നിങ്ങൾക്ക് പ്രൊഡക്ഷൻ അവിടെ കിട്ടുന്നുണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്കൊരു ലൈറ്റ്നിങ് സ്പൈക്ക് കാണാം, ലൈറ്റ്നിങ് അറസ്റ്റർ. ഇത് എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ ഈ സോളാർ പാനൽസിലേക്ക് എന്തെങ്കിലും ലൈറ്റ്നിങ്ങിൻ്റെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, ലൈറ്റ്നിങ് തണ്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് റിഫ്ലക്ഷൻ വലിച്ച് നമുക്ക് നേരെ എർത്ത് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് പാനലിൻ്റെ ഹൈറ്റിനേക്കാൾ ഒരു 3 ഫീറ്റ് 4 ഫീറ്റ് പൊങ്ങിയിട്ടാണ് എപ്പോഴും വെക്കേണ്ടത്. ഇത് പാനലിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷനാണ്, ഒരിക്കലും ആ വീടിൻ്റെ പ്രൊട്ടക്ഷൻ അല്ല നമ്മൾ ഒരിക്കലും നോക്കുന്നത്. ഈ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പം ലൈറ്റ്നിങ് അറസ്റ്ററും നമ്മളെപ്പോഴും എല്ലാ സൈറ്റിലും ചെയ്യണം. ഇല്ല എങ്കിൽ നമ്മൾക്ക് ഇത് എർത്തിങ് അല്ലെങ്കിൽ ലൈറ്റ്നിങ് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ നമുക്ക് ഒരു 5 കിലോ വാട്ട് സോളാർ പ്ലാന്റ് ചെയ്ത സൈറ്റിൽ ഒരു ഇൻവെർട്ടർ വരുന്നുണ്ടാവും, അതേപോലെ തന്നെ ഒരു DC-DB വരുന്നുണ്ടാവും, ഒരു AC-DB വരുന്നുണ്ടാവും. നമ്മളെല്ലാവരും സോളാർ പാനലിനെ പറ്റി നമുക്ക് പിന്നെയും ഒരു ഐഡിയ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു നോളജ് ഉണ്ടായിരിക്കും. ഇൻവെർട്ടർ എന്ന് പറഞ്ഞ ഡിവൈസിൽ കൂടെയാണ് ഈ സോളാർ പാനലിൽ നിന്ന് വരുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന DC കറണ്ടിനെ AC ആക്കി കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓൺ ഗ്രിഡ് ഇൻവെർട്ടേഴ്സാണ് ഇവിടെ നമ്മളിവിടെ കാണുന്നത്. ഈ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിലേക്ക് പവർ വരുന്നതിന് മുമ്പ് DC-DB എന്ന് പറഞ്ഞ ഡിവൈസിൽ കൂടെ, അതായത് DC-DBയിൽ വന്ന ശേഷമാണ് ഇൻവെർട്ടറിലേക്ക് വരികയും ഇൻവെർട്ടറിൽ നിന്നിട്ടാണ് നേരെ AC-DB ആക്കി AC-DB വഴി നമ്മുടെ മീറ്ററിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇത് എപ്പോഴും നമ്മുടെ ബിൽഡിങ്ങിൻ്റെ നനയാത്ത സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള KCB മീറ്ററിൻ്റെ സൈഡിലൊക്കെയാണ് നമ്മളെപ്പോഴും ഈ 3 ഡിവൈസുകൾ വരുന്നത്. ഇത് ഒരു സോളാർ പ്ലാന്റ് ചെയ്യുമ്പം 100% വേണ്ട ഡിവൈസുകളാണ്. ഇത് നമ്മളെപ്പോഴും ഇതിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസും ക്വാളിറ്റി ഉള്ളതാണോ എന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. ഇവിടെ തന്നെയാണെങ്കിൽ നമ്മൾ സോഫാർ എന്ന് പറഞ്ഞൊരു ഇൻവെർട്ടറാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ AC-DBയിലും DC-DBയിലും ബ്രാൻഡഡ് ആയിട്ടുള്ള AC-DB DC-DB തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ പാനൽ മാത്രം ക്വാളിറ്റി ഉള്ളതും ഇങ്ങനെയുള്ള ഡിവൈസസ് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ലോങ് ടൈമിൽ വരുമ്പോൾ വളരെയധികം ലോസ് വരാൻ ചാൻസസ് ഉണ്ട്. ഈ 3 ഡിവൈസസ് നമ്മൾ ശ്രദ്ധിക്കുക, ക്വാളിറ്റിയുള്ള ബ്രാൻഡ് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. ഈ ഇൻവെർട്ടറിൻ്റെ താഴെ ഒരു ചെറിയൊരു ആൻറ്റിന പോലൊരു ഡിവൈസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ ഡിവൈസ് എന്ന് പറഞ്ഞാൽ വൈഫൈ ഡോങ്കിൾസ് ആണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ സോളാറിൽ വരുന്ന പ്രൊഡക്ഷൻസ്, ഇൻവെർട്ടറിൽ നടക്കുന്ന പ്രൊഡക്ഷൻസ് നമ്മുടെ മൊബൈലിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ വഴി, ആപ്പ് വഴി നമുക്ക് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡോങ്കിൾസ് ആണ് നമുക്കിത്. ഇത് നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിലെ വൈഫൈ ആയിട്ട് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇൻവെർട്ടറിൽ ഒരു ദിവസം എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, ഈ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ, ഈ ഇൻവെർട്ടറിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഇൻവെർട്ടറിൻ്റെ സ്ഥലത്ത് വന്ന് നോക്കാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഡോങ്കിൾസ് നമ്മൾക്ക് വൈഫൈയുടെ റേഞ്ച് കിട്ടുന്നൊരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് മൊബൈൽ ത്രൂ ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് ഇപ്പോൾ വരുന്ന എല്ലാ മോഡൽസ് ഇൻവെർട്ടേഴ്സിനും ഫ്രീ ആയിട്ട് ഒരു അഡീഷണൽ കോസ്റ്റ് ഇല്ലാതെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സൈറ്റുകളിൽ ഇങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പ്രൊവൈഡേഴ്സിനോട് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരാൻ പറയുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ വീട്ടിലില്ലാത്തപ്പോഴോ നമ്മളൊരു NRI കസ്റ്റമറോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന കസ്റ്റമറൊക്കെ ആകുമ്പോൾ നമ്മുടെ സോളാറിൻ്റെ പ്രൊഡക്ഷൻസ്, സോളാർ പ്ലാന്റ് വർക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് നമ്മുടെ മൊബൈൽ ത്രൂ തന്നെ നമുക്ക് ഈസി ആയിട്ട് മോണിറ്റർ ചെയ്യാനും അതിൻ്റെ ഓരോ പ്രൊഡക്ഷൻ റേഷ്യോ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും.